ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ അജയന്റെ രണ്ടാം ഓട്ടം എന്ന് പറയുന്ന സിനിമയുടെ മൂന്നാം ദിവസമായി ഇന്നലത്തെ ശനിയാഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അവിടെ ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ജിതിൻ രാജ് അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രം അജയന്റെ രണ്ടാം ഓട്ടം എന്ന് പറഞ്ഞ സിനിമ. ടൊവിനോ തോമസ് 3 വ്യത്യസ്ത ഗെറ്റപ്പിലെത്തിയ ചിത്രത്തെ വലിയ വിജയമാണ് ചിത്രം ഇപ്പോഴത്തെ ഓണക്കാലത്ത് തിയേറ്ററിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ സെപ്റ്റംബർ 14 ശനിയാഴ്ച ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 3,53,00,000 രൂപയാണ്. ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടപ്പോൾ 20 കോടി രൂപ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് മറികടന്നിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓണ ദിവസമായി ഇന്നും ചിത്രത്തിൽ മികച്ച ഒരു ബുക്കിംഗ് തന്നെയാണ് നമുക്കിപ്പോൾ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുക. ഇതിനോടൊപ്പം തന്നെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് വഴി ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഇന്ന് ഏകദേശം 1.5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഏകദേശം 4 മുതൽ 5 കോടി രൂപ വരെയാണ്. എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് ടൊവിനോ തോമസിന്റെ കരിയറിലെ 50ാമത്തെ ചിത്രം കൂടിയാണ് അജയന്റെ രണ്ടാം ഓട്ടം എന്ന് പറഞ്ഞ സിനിമ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. ടൊവിനോ തോമസ് നായകനായിട്ടെത്തിയ അജയന്റെ രണ്ടാം ഓട്ടം എന്ന് പറഞ്ഞ സിനിമ 100 കോടി ക്ലബിൽ ഇടം നേടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.